ഹായ് ഫ്രണ്ട്സ്, കുങ്ഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് കുങ്ഫുവിൽ ബേസിക് പഞ്ച് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ ബേസിക് സ്റ്റാൻസിൽ നിന്നാണ് ആ ഒരു പഞ്ച് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക് പഞ്ചും അതുപോലെ തന്നെ 2-3 ബ്ലോക്കുകളുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്റ്റഡി ആയിട്ട് നിന്നിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളൊന്ന് ബോ ചെയ്യുക. കുങ്ഫുവിൽ ഇതുപോലെ ഒന്ന് ബോ ചെയ്യുക, ഫുൾ ബാക്ക് ഇവിടെ വരിക. പിന്നെ നമ്മൾ ഹോട്ട് സ്റ്റാൻസിൽ അഥവാ മാപ്പു ഈ ഒരു സ്റ്റാൻസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പഞ്ച് ചെയ്യുന്നത്. 5 ബേസിക് സ്റ്റാൻസാണ് നമ്മൾ കുങ്ഫുവിലുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ബേസിക് സ്റ്റാൻസിൻ്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവർ ജസ്റ്റ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാൻസ് മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഞാൻ ചെയ്തൊന്ന് കാണിക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് ബോ ചെയ്ത് പുൾ ബാക്ക് വന്നു. ഇനി ഈ ലെഗ് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ച് നോക്കണം. ഇവിടെ നമ്മുടെ ഫ്രണ്ട് ടോ ഉണ്ടോ, ഫ്രണ്ട് വശം ഇതുപോലെ സൈഡിലേക്കൊന്ന് ഈ ഒരു ഷേപ്പിൽ വരുത്തുക. ഇനി അവിടെ നിന്ന് ടോയിലേക്ക് വെയിറ്റ് കൊടുക്കുക, ഹീല് തിരിച്ച് ഓപ്പോസിറ്റിലേക്ക് കൊടുക്കുക. ഒന്നുകൂടി അതുപോലെ തന്നെ കണ്ട പുറത്തേക്ക് ചെയ്യുക, വീണ്ടും അത് പാരലാക്കുക. ഈ ഒരു അളവാണ് നമ്മൾ ഹോട്ട് സ്റ്റാൻസിൽ വരുന്നത് അഥവാ മാപ്പു. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വിത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുട്ടുകാല് ബെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബെൻഡ് ചെയ്തിട്ട് നമ്മളുടെ സീറ്റ് ഇതിന് പാരലായിട്ട് ഇവിടെ നിന്നൊരു ആംഗിൾ വരുന്ന രീതിയിൽ ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ മാപ്പു സ്റ്റാൻസിൽ അഥവാ ഹോട്ട് സ്റ്റാൻസ്. ഇതിൽ നിന്നുകൊണ്ട് തന്നെയാണ് ബേസിക് പഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൈകളിങ്ങനെ ഇരുവശത്താക്കി ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിക്കുക. ഇത് പുൾ ബാക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പഞ്ച് വരുന്ന സമയത്ത് ഇത് പുൾ ബാക്ക് ചെയ്യുന്നു. നമ്മൾ ഈ ഫോഴ്സ് ലെഗിൽ നിന്നാണ് ഈ ഫോഴ്സ് എടുക്കുന്നത്. നമ്മുടെ ബോഡി ടോട്ടൽ ബോഡി എന്നാണ് നമ്മുടെ കയ്യിൻ്റെ ഒരു ഇത് മാത്രമല്ല, കയ്യിൻ്റെ ഒരു ഫോൾഡിങ് മാത്രമല്ല ഇതിൽ വരുന്നത്, ബോഡിയുടെ ടോട്ടൽ ഫോഴ്സാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ബ്രീത്തിങ്ങിൻ്റെ ഇതിലൂടെ മാക്സിമം ഫാസ്റ്റായിട്ട് ഇതുപോലെ ആദ്യത്തെ ഒരു സ്റ്റേജ് ഇതുപോലെ ഒന്ന് പഞ്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇങ്ങനെ ഡീപ്പായിട്ടിരുന്ന് പഞ്ച് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു ഡീപ്പ് അല്ലാത്ത ഇതിൽ നമ്മളൊരു ഫൈറ്റിൻ്റെ പൊസിഷനിലൊക്കെ നമ്മൾ നോർമലാ ഒരു പഞ്ച് ചെയ്യുന്നത് പോലെ ഒരു കാലം നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ് ഒരു സ്റ്റെപ്പ് മുന്നിലായിട്ട് വെക്കുക. ഉണ്ടോ, ഈ ഒരു ആംഗിളിൽ നമ്മുടെ ബാക്ക് ലെഗ് ഇതുപോലെ ഒരു 45 ഡിഗ്രി ആംഗിളൊന്ന് ചരിഞ്ഞ് നിൽക്കുക. ഒരു ഷോൾഡർ വിത്ത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതിനെക്കുറിച്ച് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചാനലൊന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മളെ ബോഡിയുടെ ഫൈറ്റിംഗ് പൊസിഷനിലൊക്കെ ഉള്ള ഒരു മൂവ്മെൻറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ നിൽക്കുക, കൈകൾ രണ്ടും ഫേസിന് മുന്നിലായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഫേസിനോട് ചേർത്ത് ഇവിടെ ഒന്ന് ഗാർഡിങ് പൊസിഷനിൽ വെക്കുക. ഓക്കെ, ഇനി ഇവിടെ നിന്ന് വേണം നമ്മൾ ആ പഞ്ച് ചെയ്യാണ്ട്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഡീപ്പായിട്ട് ചെയ്ത പഞ്ച് ഇവിടെ നിന്ന് ഫസ്റ്റ് ടൈം കണ്ടോ ഈ ഒരു കൈക്ക് ലെഫ്റ്റ് ഹാൻഡിൽ ജാബ് ക്രോസ് എന്നുള്ള രീതിയിലാണ് ആ പഞ്ച് വരുന്നത്. ഫസ്റ്റ് ഇതിൽ ചെയ്യുക, നെക്സ്റ്റ് ഇത് പുൾ ബാക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തത് ഒരു ബ്ലോക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ കൈകൾ വെച്ച് നമ്മളൊരു പഞ്ചിനെ അല്ലെങ്കിൽ ഒരു അറ്റാക്കിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ആ ഒരു മൂവ്മെൻറ്റ് കൂടി നോക്കാം. അപ്പോൾ അത് ഡീപ്പ് സ്റ്റാൻസിലേക്ക് ചെയ്യുന്നില്ല, പകരം ഞാനൊരു ഫൈറ്റിംഗ് പൊസിഷനിലാണ് ചെയ്യുന്നത്. ഡീപ്പ് സ്റ്റാൻസിൽ ഇപ്പോൾ നമ്മൾ ആദ്യം പഞ്ച് ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഡീപ്പ് സ്റ്റാൻസിൽ ഇരുന്നുകൊണ്ടാണ് ഈ ബ്ലോക്ക് ഫുൾ ബ്ലോക്കായിട്ട് ചെയ്യുന്നത്. ബേസിക് ബ്ലോക്ക് ചെയ്യുന്നത് ആ ഒരു മൂവ്മെൻറ്റിലാണ്, അപ്പർ ബ്ലോക്ക് ആണെങ്കിലും ലോവർ ആണെങ്കിലും മിഡിലാണെങ്കിലും. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നില്ല, പകരം ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ ഒരു ഫൈറ്റിൻ്റെ മൂവ്മെൻറ്റിൽ നിന്നുകൊണ്ട് നമ്മളൊരു പ്രാക്ടിക്കാലിറ്റി മുൻനിർത്തിക്കൊണ്ടാണ് നമുക്കൊരു യൂസ് വരുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു ബ്ലോക്കിൻ്റെ ഒരു പൊസിഷൻ നോക്കാം. അപ്പം നിങ്ങൾ പഞ്ച് ചെയ്യുന്ന പൊസിഷനിൽ ഇതുപോലെ തന്നെ ഇരിക്കുകയുണ്ടോ. ഇപ്പോൾ നമ്മൾ പഞ്ച് ചെയ്യാൻ നിന്ന ആ ഒരു പൊസിഷൻ തന്നെ. ഇനി ഇവിടുന്ന് ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസിന് നേരെ വരുന്ന ഒരു അറ്റാക്കിന് ഫേസ് ആണെങ്കിലും മിഡിലാണെങ്കിലും അപ്പോൾ വരുന്ന മൂവ്മെൻറ്റിന് ഇപ്പോൾ ഫേസിന് നേരെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഈ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആ വരുന്ന കൈയിന് ഓപ്പണിൻ്റെ ആ ഒരു കൈകളെ നമുക്ക് ജസ്റ്റ് ഈ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് കണ്ടാൽ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ കൈനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കളയാം, തിരിച്ചു വിടുക വരാം. വേണ്ട, വീണ്ടും വേണ്ട തട്ടിക്കളഞ്ഞിട്ട് തിരിച്ചു വിടുക വരാം. 1 ഓക്കെ 2. ഇത് ഒരിക്കലും ഇങ്ങനെ നിങ്ങൾ വൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു താഴേക്ക് ഒരു ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു ആക്ഷനിലേക്ക് പോകേണ്ട. കാരണം നമുക്ക് നമ്മളുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ പഞ്ച് ഫേസിലേക്ക് അല്ല ടച്ച് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് അതിൽ നിന്നൊന്നും ഇതിനൊന്ന് തട്ടി കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൈനെ തിരിച്ച് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവെക്കുക. കാരണം ഇതിൻ്റെ കൗണ്ടറുകൾ അല്ലെങ്കിൽ അടുത്ത മൂവ്മെൻറ്റുകൾ വീണ്ടും ഇത് ചെയിനായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പഞ്ചോ അല്ലെങ്കിൽ അടുത്തൊരു അറ്റാക്ക് നമ്മുടെ ഫേസിലേക്കുള്ളൂ. അപ്പോൾ ഒരിക്കലും നമുക്ക് ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കാതെ ജസ്റ്റ് ആ ഒരു റിഫ്ലക്ഷൻ മാത്രം കൊടുക്കുക. ആ ജസ്റ്റ് ആ ഒരു തട്ടിക്കളയൊക്കെ ഉണ്ട്, തട്ടിക്കളഞ്ഞിട്ട് തിരിച്ചു വരിക. അടുത്ത പഞ്ചാണെങ്കിലൊക്കെ 1 ഓക്കെ 2 1 2 1 2 ഈ ഒരു ഷോർട്ട് മൂവ്മെൻറ്റിൽ അതിനെ തട്ടിക്കളയുക. അപ്പോൾ നമ്മൾ ഷോൾഡറും കൂടി അതിന് ഇൻക്ലൂഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കൈയിൻ്റെ മൂവ്മെൻറ്റ് മാത്രമല്ല, ജസ്റ്റ് ആ ഒരു ഷോൾഡറിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ട്, ഈ ഒരു മൂവ്മെൻറ്റ് കൂടി വരുന്നുണ്ട്. 1 ഓക്കെ 2. നമുക്ക് ഈ ടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടച്ച് കഴിഞ്ഞാൽ കൗണ്ടർ ഓക്കെ ടച്ച് കഴിഞ്ഞാൽ കൗണ്ടർ ഈ കൈകൾ തിരിച്ച് ഉപയോഗിക്കാം ഒരു ഫൈറ്റിലേക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാതെ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഉപയോഗം കഴിഞ്ഞാൽ ടച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഇവിടെ തന്നെ തിരിച്ചു വരുത്താൻ ശ്രമിക്കുക. അപ്പോൾ അതുപോലെ പ്രാക്ടീസ് ചെയ്യുക.
അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻസൈഡിലേക്ക് അല്ലേ ഉള്ളിലേക്കുള്ള ആ ഒരു ബ്ലോക്കാണ് നമ്മൾ നോക്കിയത്. സെയിം ഇത് തന്നെ ഔട്ട് സൈഡിലേക്കും ചെയ്യാം. നമുക്ക് മുകളിലേക്ക് പുറത്തേക്ക് കൈ തട്ടിക്കളഞ്ഞുകൊണ്ട് ആളുടെ ഒരു പഞ്ചിനെ നമുക്ക് പുറത്തേക്ക് ഗാർഡ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് സ്റ്റാൻസിലിരുന്ന് നമ്മൾ ഡീപ്പ് സ്റ്റാൻസിലിരുന്ന് ചെയ്യുമ്പോഴത്തേക്കും വളരെ ബേസിക് ആയിട്ടാണ് ആ ഒരു ബ്ലോക്കുകൾ വരുന്നത്. പക്ഷേ നമ്മൾ ഒരു ഫൈറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അത്രയും ബേസിക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ അതേസമയം തന്നെ നമുക്ക് ഫോൾഡ് ചെയ്തുകൊണ്ട് വളരെ ചെറിയ ഷോർട്ടായിട്ട് വേണം നമുക്ക് ഈ ഒരു ബ്ലോക്കിനെ ഉപയോഗിക്കാണ്ട്. അപ്പോൾ നമ്മൾ പഞ്ച് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ പഞ്ചിൻ്റെ പൊസിഷനിൽ ഇവിടെ തന്നെ വയ്ക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇതുപോലെ പഞ്ച് ചെയ്ത മൂവ്മെൻറ്റിനെ ഇവിടെ നിന്ന് മുകളിലേക്ക് ഉണ്ട് ഈ ഒരു പാട്ട് ഇങ്ങനെ വെച്ചിട്ട് ആ വരുന്ന പഞ്ചിനെ ജസ്റ്റ് ഈ ഒരു പൊസിഷനിലേക്കാണ്. അത് നമ്മുടെ ഈ കൈ വിരിച്ചുകൊണ്ട് നമ്മൾ ഫേസിനോട് നമ്മുടെ ബോഡിയോട് അറ്റാച്ച് ചെയ്തായിരിക്കും നമ്മൾ കണ്ട ജസ്റ്റ് ഒന്ന് സൈഡ് വൈസ് വന്ന് കണ്ട ഇതുപോലെയാണ് നമ്മൾ ഇങ്ങനെ ഒരു പൊസിഷനിലേക്കല്ല ബോഡിയിലേക്കാണ്. ഇനി ആ വരുന്ന പഞ്ചിനെ ജസ്റ്റ് ഫേസിനെ ഗാർഡ് ചെയ്തുകൊണ്ട് ഫേസിൽ നിന്നൊരു ഡിസ്റ്റൻസ് ഇട്ട് ഗാർഡ് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു കർവിങ് ഇവിടെ നിന്ന് ഒരു കർവിങ് കൊടുത്തുകൊണ്ട് ആ കൈയിനെ ഒന്ന് മുകളിലേക്ക് വരും കണ്ടോ 1 2 1 2 1. ഇതും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പുറകെ ഇങ്ങനെ ഉണ്ടാവും. ഈ ഒരു ബ്ലോക്കിൻ്റെ ഈ ഒരു ഡിസ്റ്റൻസിലേക്കല്ല പോകുന്നത്, ബ്ലോക്ക് കഴിഞ്ഞാൽ തിരിച്ചു വന്നേക്കുക. ഇനി ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഈ കൈയുടെ മൂവ്മെൻറ്റ് പോകുമ്പോൾ നമ്മുടെ ഹെഡിൻ്റെ മൂവ്മെൻറ്റ് ഒരു അല്പം നമുക്കൊന്ന് റിവേഴ്സ് ചെയ്യാം. കാരണം ഇതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഫേസിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു മൂവ്മെൻറ്റ് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പഞ്ച് സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഫേസിനെ ഒരു സൈഡിലേക്ക് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ഗാർഡ് ചെയ്ത് കൊടുക്കണ്ട 1. സെയിം അടുത്ത മൂവ്മെൻറ്റ് വരുമ്പോഴത്തേക്കും 1 2. സെയിം ഇത് തന്നെ നമുക്ക് നമ്മുടെ എൽബോ കൂടി ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ജസ്റ്റ് സ്ട്രൈറ്റ് വരുന്ന പഞ്ചിനുണ്ടോ ഇതുപോലെ എൽബോ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അപ്പം ആ വരുന്ന പഞ്ചിനെ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ഭാഗത്ത് ഫോക്കസ് ചെയ്യുന്ന പോലെ നമുക്ക് അങ്ങോട്ടൊരു കൗണ്ടറായിട്ട് ഇവിടെ വന്ന് പഞ്ച് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇഞ്ചുറി പറ്റും. കാരണം ഓപ്പണിൻ്റെ ഫിസ്റ്റിലേക്ക് നല്ല രീതിയിലുള്ളൊരു ഇഞ്ചുറി കിട്ടും. അപ്പോൾ നമുക്ക് ഈ നോർമലി ചെയ്യുന്ന പൊസിഷനിൽ നിന്ന് ഇടയ്ക്ക് കണ്ട ഈ കൈയുടെ ഒരു ഫേസ് ഗാർഡായിട്ട് കണ്ട 1 2 1 2 1 2. ഇതേ മൂവ്മെൻറ്റ് നമുക്ക് ഫൈറ്റിൽ പ്രാക്ടീസ് ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് ഫേസ് ഗാർഡായിട്ട് പഞ്ച് ഗാർഡ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ചെയ്യാനും വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ബേസിക് ബ്ലോക്ക് ചെയ്യുന്ന പോലെയല്ല, നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് തന്നെ സഡനായിട്ട് മൂവ്മെൻറ്റ് വരും. നമുക്ക് കൗണ്ടറുകൾ ചെയ്യാനുള്ള ആ ഒരു ക്ലോസിങ്ങും ഇതെല്ലാം കിട്ടും ഇതിലൂടെ. അപ്പം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ ബേസിക് പഞ്ച് പ്രാക്ടീസ് സമയത്ത് നമ്മൾ ആദ്യം ഡീപ്പ് സ്റ്റാൻസിലിരുന്ന് പഞ്ച് പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഒരു ഫോഴ്സിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞു തരും നമ്മുടെ സ്റ്റാൻസിൻ്റെ ഒക്കെ. അപ്പോൾ അതിലേക്ക് ഹെൽപ്പ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെറിയൊരു എക്സസൈസ് എന്നല്ല ചെറിയൊരു വെയിറ്റ് ട്രെയിനിങ് പോലെ നമുക്ക് ജസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ ഒരു ബ്രിക്കാണ്, ഇത് ഏകദേശം ഒരു 4 കിലോ വെയിറ്റ് ഉള്ളതിന് കോൺക്രീറ്റിൻ്റെ ബ്രിക്കാണ്. അപ്പം നമ്മൾ ആ സ്റ്റാൻസിൽ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റാൻസിലേക്ക് വരിക, ഇതുപോലെ നിങ്ങളത് ബെൻഡ് ചെയ്തിരിക്കുക. ഈ ബ്രിക്ക് ഇതുപോലെ ഒന്ന് കൈ പിടിച്ചിട്ട് വേണ്ട നമ്മൾ ആ പഞ്ച് ചെയ്ത പൊസിഷനിലേക്ക് ഇതുപോലെ ഇരിക്കുക. ഇനി ഇവിടെ നിന്ന് ഇതൊന്ന് സ്ട്രൈറ്റ് ചെയ്ത് പിടിക്കാം. നമ്മുടെ ഷോൾഡറിൻ്റെ ലെവലിൽ എൽബോ മുട്ടുകൈ നിവർന്നിരിക്കുന്ന രീതിയിൽ ബോഡി ബെൻഡാവാതെ ഫ്രണ്ടിലേക്ക് ബെൻഡാവാതെ സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുക. നല്ല ഫോഴ്സ് കൊടുത്തുകൊണ്ട് താഴേക്ക് മാക്സിമം പ്രസ് ചെയ്തിരിക്കുക. കുറച്ച് സമയം നിങ്ങൾക്ക് എത്ര സമയമാണ് പറ്റുന്നത്, ഒരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല. ഓരോ ദിവസം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. 30 സെക്കൻഡ് എന്നുള്ളത് 1 മിനിറ്റ് ആക്കുക, ഡ്യൂറേഷൻ കൂട്ടിയെടുക്കുക. നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ബേസിക് പഞ്ച് ചെയ്തതിൻ്റെ ഒരു പൊസിഷൻ നല്ല ഫോഴ്സ് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മൾ ഇങ്ങനെ കിട്ടുന്ന ഒരു ഫോഴ്സ് നമ്മളിപ്പോൾ ഈ ബേസിക് മൂവ്മെൻറ്റുകളിൽ നിന്ന് കിട്ടുന്ന നമ്മളെ ഒരു ഫോഴ്സാണ് നമ്മൾ അഡ്വാൻസ് ടെക്നിക്കുകളിലേക്ക് ഉപയോഗിക്കുന്നത്. നമ്മളല്ലാതെ തന്നെ നമ്മൾ ഈ ഒരു ബേസിക് ട്രെയിനിങ് ഇല്ലാതെ നമ്മൾ അഡ്വാൻസ് മാത്രം ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബോഡിയുടെ ആ ഒരു കോർഡിനേഷൻ നമുക്ക് അല്ലെങ്കിൽ ഫ്ലോറിൽ നിന്നുള്ള ഒരു വെയിറ്റിൻ്റെ കോർഡിനേഷൻ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ഡീപ്പായിട്ടുള്ള ഒരു നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡീപ്പ് സ്റ്റാൻസിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്നവർ അത് കഴിയുമ്പോൾ നമുക്കത് പതിയെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.